നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. വലിയവർക്കും ഒരുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ക്രഞ്ചിയും ക്രിസ്പിയുമായിട്ട് ഉള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം. സ്നാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. കുറച്ച് മല്ലിയില, അതായത് ഒരു പിടി, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഇത് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്നാക്കിന് ആവശ്യം വെള്ള അവലാണ്. ഇത് 1 കപ്പ് വെള്ള അവലുണ്ട്. മീഡിയം സൈസിൽ പൊട്ടറ്റോ ആണെങ്കിൽ 1 കപ്പ് അവൽ മതിയാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പൊട്ടറ്റോ ഒരെണ്ണം ഒരല്പം വലുതും ഒരെണ്ണം ഒത്തിരി ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 കപ്പ് അവലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. ഒരല്പം അവൽപ്പൊടി കൂടുതലുണ്ടെങ്കിലും സാരമില്ല. നമ്മുടെ മിക്സ് അഥവാ ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോ ആണ്. വെള്ളമയമൊന്നും ഇല്ലാതെ നമ്മളൊന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തു. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മാഷ് ചെയ്താണ് നമുക്ക് എടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മാഷ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതുപോലെ അങ്ങ് തരികളൊന്നും ഇല്ലാതെ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ മാഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിയണം. 2 പച്ചമുളകാണ് ഇവിടെ ചേർക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 പച്ചമുളക് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽപ്പൊടി കുറച്ച് ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒറ്റയടിക്ക് നമുക്ക് ഇടണ്ട. ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെ ഈ മിക്സ് ഭയങ്കര ലൂസായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ 1 കപ്പ് അവൽ ധാരാളം മതിയാകും. 10 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് അനുസരിച്ച് നമുക്കാക്കാം. കട്ട്ലറ്റിൻ്റെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിന്ന് ഒരു ഫിംഗർ സൈസിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു കട്ടിംഗ് ബോർഡിലോ എന്തിലെങ്കിലും വെച്ച് നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി ഫിംഗർ സൈസിൽ. എന്നിട്ട് നമുക്കിത് എല്ലാം ഒരേ വലുപ്പത്തിലാകാൻ വേണ്ടി ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള മിക്സിൽ നിന്ന് നമുക്ക് അവൽ പൊട്ടറ്റോ ഫിംഗേഴ്സ് തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയാണിപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് മാത്രമേ നമ്മുടെ ഈ ഫിംഗേഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളൊരു തവിയോ അല്ലെങ്കിൽ ഒരു ചട്ടുകമോ എടുത്തിട്ട് ഇതിനെ ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒരുപാടാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. ഫിംഗേഴ്സ് ഒന്ന് ഫ്രൈ ആയി നമ്മുടെ എണ്ണയുടെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മുടെ തീ അങ്ങ് കുറച്ച് കൊടുക്കാം. ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എണ്ണയിൽ ആദ്യം ഒരു ചെറിയൊരു ബോൾ പോലെ വലുപ്പത്തിൽ ഒന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങളുടെ കൺസിസ്റ്റൻസി ശരിയായിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും എണ്ണയിൽ. അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അവലിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മിക്സ് കുറച്ചും കൂടെ നല്ല മുറുകി വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫിംഗർ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ ഫിംഗേഴ്സ് തയ്യാറായിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറാണല്ലേ നമ്മുടെ ഈ ഫിംഗേഴ്സ് കാണാൻ തന്നെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിത് കുറച്ച് കിച്ചൺ ടിഷ്യൂയിലേക്കാണ് മാറ്റുന്നത്. അപ്പം എക്സസ് ഓയിലുണ്ടെങ്കിൽ അതങ്ങ് അബ്സോർബ് ചെയ്യും. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.